ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ടിഫിൻ ടു ടേബിൾ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ്. ഇത് ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ നല്ലതായിട്ട് ചേർന്ന് പോകുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ തേങ്ങയൊക്കെ ഇല്ലാതെ വന്നാലോ സമയത്തിൻ്റെ ഒരു കുറവൊക്കെ ഉള്ളപ്പോഴൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സംഗതികൾ നമുക്ക് ആദ്യം ചെയ്യാം. ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയൊന്ന് ചൂടാക്കി വരുമ്പോഴത്തേക്കും അതിൽ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, എരിവിനാവശ്യമായ ചുമന്ന മുളക്. ഞാൻ ഇന്നിവിടെ ഒരു 5 മുളകോളം എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. പരിപ്പിൻ്റെയൊക്കെ കളറ് ഏകദേശം ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യമുള്ള തക്കാളി ഉള്ളിയും ഇട്ട് കൊടുക്കും. ഇതിൽ ഗാർലിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് അല്ലി ഗാർലിക് ഇടുന്നത് നല്ലതായിരിക്കും, നല്ലൊരു ഫ്ലേവർ തരും. ഇന്ന് ഞാൻ ഇടാൻ മറന്നുപോയി, അപ്പോൾ ഞാനിതിൽ ഇട്ടിട്ടില്ല ഇന്ന്. പക്ഷേ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് ചെയ്യുക. ഞാൻ ഇന്ന് ഇവിടെ ഒരു 4 മീഡിയം സൈസ് തക്കാളിയും ഒരു 2 മീഡിയം സൈസ് ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ തക്കാളിയും ഉള്ളിയും വഴണ്ടി വരുന്ന സമയമേ നമുക്ക് ചട്നിക്ക് ഉണ്ടാക്കാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയും വേണം. എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സമയം മാത്രമേ നമ്മൾ എത്ര തക്കാളി ഉള്ളി എടുത്തിട്ടുണ്ടോ അത് വഴണ്ടി വരുന്ന ഒരു സമയം മാത്രമേ ഈ ചട്നിക്ക് എടുക്കുന്നുള്ളൂ ശരിക്കും. അത് ഇട്ട് ഒന്ന് ചൂടായൊക്കെ വരുമ്പോഴത്തേക്കും ഇതിനാവശ്യമുള്ള ഉപ്പ്, ഒരു നുള്ള് കായം, പിന്നെ ഈ ടേസ്റ്റ് എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൽ നിന്ന് 1 ടീസ്പൂൺ വരെ പഞ്ചസാര, ഇത്രയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ അത് വേഗം ആവും. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് തക്കാളി ഉള്ളിയൊക്കെ വഴണ്ട് കഴിഞ്ഞു. ഇനി ഇതിനെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നൈസായിട്ട് അരച്ചെടുക്കുക. വേറെ വെള്ളം ഇടേണ്ട ആവശ്യമൊന്നുമില്ല, തക്കാളിയിലുള്ള വെള്ളം തന്നെ മതിയാവും. പിന്നെ എല്ലാവർക്കും അവരവരുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് അത് നോക്കി ചെയ്താൽ മതി. അവസാനം കടുകും കൂടെ താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി. ഇത്രയേ ഉള്ളൂ. തക്കാളിയുടെ ഉള്ളിയുടെയും ക്വാണ്ടിറ്റി അനുസരിച്ച് വഴണ്ടി വരാനുള്ള സമയം അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സമയമെടുക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 10 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.